ഹായ്. അപ്പോൾ എല്ലാവരും ചെയിൻ സ്റ്റിച്ചൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് സിക്സാഗാണ് പഠിക്കാനുള്ളത്. സിക്സാഗ് എല്ലാവരുടെയും പേടി സ്വപ്നമാണ്. പലർക്കും അതിൻ്റെ ഷാർപ്പ് എഡ്ജസ് കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നാണ് കംപ്ലയിൻസ് ഒക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് അതിനൊരു സൊല്യൂഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് വീഡിയോ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ ഷോർട്സിലായിരിക്കും ഇനി മുതൽ ക്ലാസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അതാകുമ്പോഴത്തേക്ക് പലർക്കും ഈസിയായിട്ട് കാണാനൊക്കെ പറ്റുന്നുണ്ട്. സമയം വളരെ കുറച്ചല്ലേ നമുക്കതിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഇനി മാക്സിമം നമ്മൾ ഷോർട്സിലായിരിക്കും ക്ലാസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് സിക്സാഗിൽ എങ്ങനെയാണ് ഷാർപ്നെസ് കൂട്ടിയെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഒരു ലൈന് സ്റ്റിച്ച് ചെയ്ത് തീർന്നു കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ കൈ ക്രോസ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ, ആ ഭാഗത്തായിരിക്കും നമ്മൾ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കണം. ആ ഓപ്പോസിറ്റായിട്ട് ഷോർട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് കണ്ടോ, ഷോർട്ട് സ്റ്റിച്ച് ഞാൻ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഒന്ന് താഴേക്കുള്ള ത്രെഡ് ഒന്ന് ടൈറ്റ് ചെയ്യുക, മേളിലൊന്ന് ആ ത്രെഡിനെ ഒന്ന് പൊക്കിയെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോർമലായിട്ട് നെക്സ്റ്റ് ഡൗണിലോട്ട് നമുക്ക് ചെയ്ത് വരാവുന്നതാണ്. ഒന്ന് ഞാൻ ചെയ്യുന്നതൊന്ന് നോക്കിക്കേ. അപ്പം ഇനി നമ്മൾ അടുത്ത് താഴേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലോട്ടാണ് പോകേണ്ടത്. മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരു സ്റ്റിച്ച് മുന്നിലോട്ടൊന്ന് നമ്മൾ വരച്ചിരിക്കുന്ന ലൈനിൽ ഒരു പൊടിക്ക് മുന്നിലോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകണം. ഇതാ ഞാൻ നീഡിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലോട്ടാണ് പോകുന്നത്. സോ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, കണ്ടില്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, നമുക്കൊന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഷോർട്ട് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം കണ്ടില്ലേ, ഇനി ആ ലൈനിലേക്ക് നമുക്ക് ക്രോസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ആ ടിപ്പിൽ വന്നിട്ട് ഷാർപ്നെസ് കിട്ടും. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചസ് കാണാൻ വളരെ നല്ല ഭംഗിയായിട്ട് തോന്നും. അല്ലാത്ത പക്ഷം നമ്മൾ ചെയ്യെങ്കിൽ ആ വി പോലെ വരുന്നതിൻ്റെ അവിടെ വന്നിട്ട് യു പോലെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കർവ് പോലെ ഫോം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ സിക്സാഗ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് വരത്തില്ല. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടല്ലോ. ഇതിൻ്റെ എന്നിട്ട് ഫോട്ടോസൊക്കെ അയച്ചു തരിക. പിന്നെ ഇനി നമ്മുടെ ക്ലാസ്സൊക്കെ ഷോർട്സിലായിരിക്കും. അപ്പോൾ ഞാനൊന്ന് സ്പീഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ. എല്ലാവരും ഞാൻ ചെയ്തിരിക്കുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്യണേ. നമ്മൾ സ്ക്വയർ, റെക്റ്റാങ്കുലർ, ട്രയാങ്കിൾ എല്ലാം ട്രൈ